നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പിക്കാസോ പബ്ലോ, അതേപോലെ തന്നെ വാൻ ഗോഗ്. ഈ രണ്ടുപേരെ കുറിച്ചിട്ടാണ്. ഈ രണ്ട് ചിത്രകാരന്മാരും ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്, ക്രിയേറ്റീവ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ അതിൽ കൂടുതലായിട്ട് ഹാലൂസിനേറ്റ് ചെയ്തിട്ട് വർക്കുകൾ ചെയ്തിട്ടുള്ളത് വാൻ ഗോഗ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ആളുടെ ചിത്രങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സീരിയസ്ലി ഇപ്പോ പിക്കാസോ എന്ന് പറയുന്നത് ഒരിക്കലും നല്ല ആർട്ടിസ്റ്റ് അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ പേരും കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ആൾക്കൊരു കച്ചവട മേഖല ഉണ്ടായിരുന്നു, അത് ക്രിയേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ധനികമായിട്ടുള്ള അതെ, കാരണം ഒരു ധനികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് ആ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ടീമും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇവരെ എടുത്തതിന് എഡിസണും ടെസ്ലയും പോലെയാണ്. എഡിസൺ പോലെയാണ് ഈ പിക്കാസോ, ടെസ്ല പോലെ ആളാണ് ഇയാള് വാൻ ഗോഗ്. ഇവർ ശരി യഥാർത്ഥ കലാകാരൻ ദരിദ്രാന്ന് പറഞ്ഞ പോലെ വാൻ ഗോഗ് ആണ് കുറച്ച് ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് വേറെ ഒന്നും ഇഷ്ടമില്ല, ആൾക്ക് പെയിന്റ് ചെയ്ത് മാത്രമാണ് ഇഷ്ടം. പെയിന്റിങ്സ് ഒന്നും ആ കാലത്ത് അതിന് വിറ്റുപോയിട്ടില്ല. തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായില്ല, നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് കലയ്ക്ക് വേണ്ടി ജീവിച്ച ആളാണ്. പിന്നെ ആളുടെ ബ്രദർ മാത്രമാണ് ആളെ ഹെൽപ്പ് ചെയ്തിരുന്നത്. വേറൊരാൾ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ആള് സ്വന്തം ചെവി മുറിച്ച് ഒരാൾക്ക് കയ്യിൽ വെച്ച് ഇവരെല്ലാം എക്സെൻട്രിക് തന്നെയാണ്. സത്യത്തിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ പിക്കാസോ കുറച്ചും കൂടി കച്ചവടം ബേസ് ചെയ്തിട്ടും മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടും കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹൈ വാല്യൂലാണ് ആളുടെ, അത്രയും സൗണ്ട് ആയിട്ടുള്ള പ്രൈസിലാണ് ആളുടെ പെയിന്റിങ്സുകൾ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ 1851 1881 കാലഘട്ടങ്ങൾ, ഈ രണ്ട് കാലഘട്ടങ്ങളിലാണ് പ്രാക്ടിക്കലി ചിന്തിക്കുന്ന പിക്കാസോയുടെ സാഹചര്യമാണ്. ജനിച്ചു വരുന്ന കുടുംബം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു രീതിയിൽ പിക്കാസോ ഭാഗ്യവാനാണ് തീർച്ചയായിട്ടും. പക്ഷെ ഒരുപക്ഷെ അങ്ങനെയുള്ള സാധ്യതകൾ വാൻ ഗോഗിന്റെ ആകെ ഒരു പെയിന്റിംഗ് എന്തോ ജീവനുള്ള കാലത്ത് പോയിട്ടുള്ളൂ അല്ലേ? അതെ അതെ, ഒരൊറ്റ പെയിന്റിംഗ് മാത്രമാണ് ആളുടെ വിറ്റഴിച്ചത്. അധികം നാൾ ജീവിച്ചില്ല. പിക്കാസോ കുറെ നാൾ നല്ല ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ എനിക്ക് 1973 എന്തോ മരിച്ചത് പുള്ളി. അതെ, പക്ഷെ എനിക്ക് ടെക്നിക്സ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പെയിന്റിംഗ് കലയിൽ ഏറ്റവും നന്നായിട്ട് ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ടുള്ളത് വാൻ ഗോഗ് ആയിരുന്നു. കാരണം ആ ഗ്രെയിംസിന്റെ സംഭവം, ആ ഗ്രെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ആകുമ്പോൾ മാത്രമേ അറിയുള്ളൂ, ലോങ്ങിൽ കാണുമ്പോൾ കിട്ടുന്ന വിഷ്വൽ ഇഫക്റ്റ് വേറെയാണ്. പറയുന്ന പിക്കാസോ ഒരുപാട് ടെക്നിക്സുകൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ പോലും അതൊരു മാർക്കറ്റിംഗിന്റെ കൂടി ഭാഗമാണ്. റോ ആയിട്ട് ചെയ്തത് വാൻ ഗോഗ് ആണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ഒരു പക്ഷെ സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിലും വാൻ ഗോഗ് കപിൽ ദേവും ടെണ്ടുൽക്കറും ക്രിക്കറ്റിലാണ്. കപിൽ ദേവ് പോലെയാണ് വാൻ ഗോഗ് എന്ന് പറയാം. ടെണ്ടുൽക്കർ പോലെ റിഫൈൻഡ് അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് പിക്കാസോ. ഒരു അനോളജി പറഞ്ഞാൽ നമുക്ക് ഒരു ആണെങ്കിൽ എല്ലാം പ്രാക്ടീസ് ചെയ്ത് പിന്നെ ആ ഒരു ഫാമിലി എല്ലാം ഉണ്ടായി ആ ഒരു രീതിയിലാണ്. മറ്റേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അയാളുടെ ഓൺ സ്റ്റൈലാണ്, സെൽഫ് സസ്റ്റൈൻഡ് ആണ്. ഇതിലെ ഏറ്റവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചുണ്ടാക്കുന്ന റോ ആയിട്ടുള്ളത് ഡിപ്പെൻഡന്റ് ആണ്. 1881 1851 കാലഘട്ടങ്ങളിൽ പെയിന്റിങ്ങിന്റെ സാധ്യതകൾ വളരെയായിരുന്നു. ഈ പറയുന്ന ചലച്ചിത്ര മേഖലകളോ കാര്യങ്ങളൊന്നും ആ രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെയിന്റിങ്ങിന്റെ സാധ്യതകൾ വളരെയായിരുന്നു. പെയിന്റിങ്സ് ഇഷ്ടപ്പെടുന്ന 80% ആൾക്കാർ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ് മാത്രം, അതായത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമാണ് ഇന്നുള്ളത്. പക്ഷേ എൻലൈറ്റ്മെന്റ് വന്നപ്പോഴാണ് യൂറോപ്പിൽ എൻലൈറ്റ്മെന്റ് റീസണിങ് ബോൺസ് കൊടുത്തപ്പോഴാണ് ന്യൂട്ടന്റെ വന്നത്. അതിന് മുമ്പ് റിനൈസൻസ് റൊമാൻറ്റിക്സ് സമയത്ത് നല്ല പ്രൊമോഷൻ ആയിരുന്നു. ഞാനൊക്കെ റിനൈസൻസ് റൊമാൻറ്റിക്സ് കാലത്തല്ല നന്നായിട്ട് ആയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ അക്കാദമിക്കൽ പ്ലേസുകൾ, ഗവൺമെന്റ് ബേസ് ചെയ്തിരിക്കുന്ന ഇപ്പൊ ദർബാർ ഹാള്, ഈ പറഞ്ഞ പോലെയുള്ള പ്ലേസുകൾ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ എന്നിരുന്നാലും കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പ്രശ്നം വരുന്ന, പക്ഷെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാത്തോടത്തോളം ആ ഭൂരിഭാഗം വരുന്ന ജനങ്ങളിലേക്ക് ഇത് ഇറങ്ങി ചെല്ലുന്നില്ല. ഈ നാടകം അനുഭവിക്കുന്ന ക്രൈസിസ് അത് ഇന്ത്യയിൽ മാത്രം ഉണ്ടോ? ഇപ്പൊ ഇന്റലക്റ്റിനെക്കാളും ഈ മാസ് പോപ്പുലേഷൻ കൂടിയിരിക്കുകയാണ്, ഇന്റലക്ച്വൽ ആൾക്കാർ കുറഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു ഐക്കോൺ എടുത്താൽ തന്നെ, ഒരു കൾച്ചറൽ ഐക്കോൺ എടുത്താൽ അതിൽ പോലും ഇന്റലക്ച്വൽസ് ഇല്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാരില്ല ഇപ്പൊ. ഇന്റലക്ച്വൽസ് ഇല്ലാത്തതിന്റെ ഉണ്ടാവും, പക്ഷെ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. പക്ഷെ ഇന്റലക്ച്വൽ ഉണ്ടെങ്കിലും ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് നിലവാരം വളരെ കുറഞ്ഞു. പോരാത്തതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ സിസ്റ്റം എന്ന് പറയുന്നതിന്റെ ഉള്ളിലാണെന്ന് ഈ പറയുന്ന യുവതലമുറ മൊത്തം.
അവർ പ്രകൃതിനെ അറിയുന്നില്ല. അതിലൂടെ അവരുടെ ക്രിയേറ്റിവിറ്റിയും കൂടി വളരണല്ലോ. ക്രിയേറ്റിവിറ്റി വളരണമെന്നുണ്ടെങ്കിൽ അത് പ്രകൃതിനും കൂടി അറിയണം. ഇപ്പൊ ബീത്തോവൺ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർ ആ സിസ്റ്റത്തിന്റെ പുറത്ത് നിന്നിട്ടാണ് അവർ ആ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ 24 മണിക്കൂറും അത് അവർ ആ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംഭവം. പാഷനേറ്റ് ആണ്, അത്ര മണി മെയിൻറ്റർ അല്ല. പക്ഷേ ഈ ഇപ്പോൾ ഫ്രാൻസ്, ഈ പറയുന്ന പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ചിത്രകലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ കേരളത്തിൽ, ഇന്ത്യയിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട യൂട്ടിലിറ്റേറിയൻ ആകുമ്പോൾ പ്രശ്നം വരും. മലയാളികളുടെ യൂട്ടിലിറ്റേറിയൻസ് ആണ്. പിന്നെ ഈ ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ട്, സിവിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള പെയിന്റിങ്സിനോടും കാര്യങ്ങളോടും താല്പര്യമുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ആൾക്കാർ പെയിന്റിങ്സുകൾ വാങ്ങുന്നുണ്ട്. ഈ പെയിന്റിങ്ങിന് ഇമാജിനേഷൻ വേണം, അതിൻ്റെ ഒപ്പം തന്നെ സ്കില്ലും വേണം അല്ലേ? പക്ഷെ ഇന്ന് പല സോഫ്റ്റ്വെയർ മറ്റുള്ള വന്നുള്ള സ്കില്ല് പോവല്ലേ, ഹാൻഡ് സ്കില്ല് പോവല്ലേ? ഹാൻഡ് സ്കില്ല് പോവാണ്. കാരണം ഇപ്പൊ AI ടെക്നോളജി വന്നോട് കൂടിയിട്ട് എന്റെ ജോലി പോയി. ഗ്രാഫിക്സ് ഡിസൈനിങ്ങോ കാര്യങ്ങൾക്കോ, അത് ഇപ്പൊ ഈ ലോഗോ ഡിസൈനിങ്ങിനൊന്നും ഇനിയിപ്പോ ആൾക്കാർ ആവശ്യമില്ല. ഒരു മനുഷ്യന് പാറ്റന്റ് കിട്ടുന്ന വർക്കായിരുന്നല്ലോ ലോഗോ ഡിസൈനിങ്. ഇനിയിപ്പോ അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അത് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി. സോ എംപ്ലോയീസിന് ആവശ്യമില്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സംഭവം ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. അതെ, ബേസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്നും ആൾക്കാർ എഴുതുന്നുണ്ട്, ഇന്നും ആൾക്കാർ പുസ്തകങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അപ്ഡേറ്റഡ് ആയിട്ട് കിടക്കുന്നത് മൊബൈലാണ്, ഡിജിറ്റലാണ്. എൻ്റെ അഭിപ്രായത്തിൽ പ്രാകൃത മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ മനുഷ്യർക്ക് അതില്ല. മെമ്മറി വേണ്ട, മണിക്കണക്ക് വേണ്ട, സ്കില്ല് വേണ്ട, ക്രിയേറ്റിവിറ്റി എടുക്കുക. ഇന്നൊരു പക്ഷേ മനുഷ്യർ വെറും മന്ദബുദ്ധിയിലായിട്ട് മാറുകയാണ്. ഒരു പക്ഷേ ഉപയോഗിക്കുന്നില്ല. ഇന്ന് ചിലപ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണോ 15 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്പർ കൗണ്ട് ചെയ്യുന്ന ഈ കറൻസി കൗണ്ട് ചെയ്യാൻ എനിക്ക് വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ആ എടുത്ത ആൾ പറയുന്നു പുതിയ പിള്ളേർക്ക് 600 അപ്പുറം കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പിള്ളേരോട് ചോദിക്കാറുണ്ട് 15 എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ചിലപ്പോൾ 30 എന്ന് പറയും. പക്ഷെ 15 16 പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവുന്നു. ഒരു നമ്പർ അവിടെ കൂട്ടിയാൽ മതി. പക്ഷെ ആ രീതിയിൽ ഇന്നത്തെ മെന്റൽ അരിത്മെറ്റിക്കും പോയി, മെമ്മറി പോയി, സ്കില്ല്, ക്രിയേറ്റിവിറ്റി പോയില്ല. ഇപ്പൊ ക്രിയേറ്റിവിറ്റി റീപ്ലേസ് ആവുക, സോഷ്യലൈസ് ആവുന്ന സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രോബ്ലം. എൻലൈറ്റ്മെന്റ് വന്ന് ഭയങ്കര പ്രശ്നമായി തോന്നുന്നു. എല്ലാം വേണം, ലോജിക്കും എല്ലാം വേണം. ഈ റിനൈസൻസ് അങ്ങനെയായിരുന്നു. റിനൈസൻസിൽ രണ്ടും സയൻസും ആർട്ടും രണ്ടിന്റെ ഇന്റഗ്രേഷനാണ്. ഈ ഐൻസ്റ്റീൻ്റെ എല്ലാ സയന്റിസ്റ്റിനൊപ്പം തന്നെ ആർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ്. പുള്ളി ഒരു വയലിൻ വായിക്കുന്ന ആളായിരുന്നു. സയൻസും ആർട്ടും രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ രണ്ടും കൂടെ വന്നത് റിനൈസൻസിലാണ്. സത്യത്തിൽ ഫിലോസഫിയും കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈലി സയൻസ് ആയിട്ട് വളരെയധികം കണക്ട് ആവും. സീരിയസ്ലി പറഞ്ഞ റിനൈസൻസ് നല്ല പരിപാടിയാണ്. പിന്നെ എൻ്റെ ലോജിക്കിന് ഇമ്പോർട്ടൻസ് വന്നപ്പോഴാണ്, ഈ ലോജിക് അനാലിസിസ് ഇമ്പോർട്ടൻസ് വന്നപ്പോഴാണ്. പക്ഷേ ലോജിക് അനാലിസിസ് കൊണ്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി കിട്ടില്ല. ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ ഇൻഡ്യൂട്ടീവ് ഇമാജിനേഷൻ വേണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഈ അതായത് സയന്റിസ്റ്റുകൾ എല്ലാവരും ഫിലോസഫേഴ്സ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഫിലോസഫി എല്ലായിടത്തും ഉണ്ട്. സയൻസിന് മാത്രമല്ല, ഫിലോസഫി ആർട്ട്, ഫിലോസഫി റിലീജിയൻ, ഫിലോസഫി എല്ലായിടത്തും ഫിലോസഫി ഉണ്ട്. തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ സയന്റിഫിക്കലി മാത്തമാറ്റിക്സ് അവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഇത് വളരെ ബ്രോഡ് ആപ്ലിക്കേഷൻ ആണ്. വാൻഗോഗിനെ ബേസ് ചെയ്തിട്ടും പിക്കാസോനെ ബേസ് ചെയ്തിട്ടും ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ വാൻഗോഗിന്റെ ആണ് ക്യൂബിസം. അതെ, വാൻഗോഗിനെ ബേസ് ചെയ്തിട്ട് വാൻഗോഗിനെ ഹാലൂസിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആള് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പിക്കാസോനെ സംബന്ധിച്ച് ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. മറ്റോടത്ത് ഒരു പക്ഷേ ഹാലൂസിനേഷൻ ആയിരിക്കാം, ഒരു പക്ഷേ ഒരു മൂഡായിരിക്കാം. ഇല്ല, ഈ ഞാൻ വരയ്ക്കുമ്പോൾ മനസ്സിലാക്കില്ല, ഞാൻ എപ്പോഴും വരയ്ക്കുക പെയിന്റ് ചെയ്യുക മൂഡ് കൊണ്ടാണ്. നമ്മുടെ മൈൻഡിന്റെ ഒരു മൂഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മളത് മൊത്തം തീർക്കുക. മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ നമുക്ക് അതിന്റെ ഇടയിൽ കോർപ്പറേറ്റിലെല്ലാം ആർട്ട് എടുക്കുമ്പോൾ അവർക്ക് ഒരു ഡെഡ് ലൈൻ വെച്ചൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കാശ് കിട്ടും, പക്ഷെ ശരിക്കുള്ള ആർട്ട് ഫോം വരില്ല. അതെ, യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഈ ലോഗോ ഡിസൈനിങ് എന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. അത് കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് അവരൊരു ഫോർമാറ്റ് വെച്ചിട്ടുണ്ട്, ഡെഡ് ലൈൻ ഉണ്ട്. അതെ, ഡെഡ് ലൈൻ ഉണ്ട്. ബോൾഡ് ലെറ്റേഴ്സ് ആയിരിക്കണം. അത് ആൾക്കാരെ ക്യാച്ച് ചെയ്യാനായിട്ട് ആർട്ട് കയറ്റേണ്ട ആവശ്യമില്ല, ബോൾഡ് ആയിരിക്കണം. നമുക്ക് ഫ്രെയിം ചെയ്യേണ്ടത് ആ പേരും ആ ലോഗോ ആയിരിക്കണം. അല്ലാണ്ട് അതിൽ വേറൊരു ആർട്ടും കയറ്റാം. അതിലൊരു ഫോർമാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളത് പ്രൊജക്ട് ചെയ്യില്ല എന്നില്ലല്ലോ. ആർട്ടാണ് ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്യുക. പക്ഷെ അവരൊരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിസിനസ് വരുമ്പോൾ എപ്പോഴും അവർ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യും. മറ്റേ ഈ ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെയുള്ള ഫോർമാറ്റുകൾ ഉണ്ടായിരുന്നു. രാംഗോപാൽ വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ വന്നിട്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തു, വീഡിയോഗ്രാഫി ബ്രേക്ക് ചെയ്തു. ഇന്ന് അദ്ദേഹത്തിന്റെ കാര്യം വേറെ രീതിയിലൊക്കെ എടുക്കുന്നത്, പക്ഷെ ബ്രേക്ക് ചെയ്ത ആൾക്കാരായിരുന്നു ഇവരൊക്കെ.
അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ബുദ്ധിയും അതേപോലെ തന്നെ സ്വത്വവും എന്ന് പറയുന്നത്, അതായത് പിക്കാസോൻ്റെ ഇതിൽ ബുദ്ധിയും അതേപോലെ തന്നെ വാൻ ഗോഗിൻ്റെ ഇതിൽ സ്വത്വമാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ സ്വത്വത്തിൽ നിന്നാണ് അയാൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. കുറച്ചൊരു ജെന്യൂൻ ആർട്ടിസ്റ്റായി തോന്നിയ വാൻ ഗോഗാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വത്വത്തിൽ നിന്ന് വരയ്ക്കുന്നുണ്ടാവും. ഈ സ്വത്വം എന്ന് പറയുന്നതും മനനം ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നതും ടോട്ടലി വേറെയാണ്. ബുദ്ധി എന്ന് പറയുന്നത് ടോട്ടലി വേറെയാണ്. അത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ തീരുമാനിച്ചുള്ള കാര്യം, സിനിമയുടെ കാര്യം പറയില്ല എന്നുള്ളതാണ്. പക്ഷെ ബുദ്ധി ഉപയോഗിച്ച് അഭിനയിക്കുന്ന നടന്മാരുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിക്കാതെ അഭിനയിക്കുന്ന, അതുപോലെ അല്ല, അത് കണ്ട കാഴ്ചകളിൽ നിന്ന് സബ് കോൺഷ്യസ്ലി ആക്റ്റീവ് ആവുന്ന. അപ്പോൾ ഈ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മോഹൻലാൽ ചെയ്യുന്ന ഉത്തരത്തില് ബുദ്ധിയല്ലേ, മമ്മൂട്ടിയുടെ ഒരു ഇതും ബുദ്ധിയല്ലേ? അത് ഞാനിപ്പോ പിക്കാസോനും വാൻ ഗോഗിനും ബേസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ടാലന്റ് എന്ന് പറയുന്ന ഉത്തരത്തില് ബുദ്ധിയല്ലേ? ടാലന്റ് എന്ന് പറയുന്നത് കഴിവ് മാത്രമാണ്, ബുദ്ധിയിലൂടെ അല്ലേ? അതെന്ന് പറയുന്നത് രണ്ട് രീതിയിലൊക്കെ എടുക്കുന്നത്. ഇപ്പൊ ഈ ടാലന്റ് എന്ന് പറയുന്നത് സ്വത്വത്തിൽ നിന്നും മനനം ചെയ്യുന്ന പ്രോസസ്സിൽ നിന്നും ഉണ്ടാവുന്നതാണ് ഒരു ആർട്ട് എന്ന് പറയുന്നത്. അതായത് മനനം ചെയ്ത് അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോ ഈ ആർട്ടിസ്റ്റുകൾക്ക് ബുദ്ധി ഇല്ലെന്നാ പറയുന്നത്. ആർട്ടിസ്റ്റുകൾക്ക് ബുദ്ധി ഇല്ല എന്നല്ല പറയുന്നത്. സോ അവര് ഇമോഷണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അല്ല, ഞാൻ പറയുന്നത് ബുദ്ധി ഉപയോഗിച്ച് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് മാത്രം സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ആർട്ടിസ്റ്റിക്ക് വേറൊരു തരത്തില് ബുദ്ധി. അതെ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പഠിച്ചതിൽ നിന്ന് അതിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ബുദ്ധിയാണ്. പഠിച്ചതിൽ നിന്ന് ബുദ്ധിയാണ്. പഠിച്ചതിൽ ജീനിയസ് ആണ്, പഠിച്ചതല്ല, റോ ആണ്. അതെ, അവര് ജന്മനാ തന്നെ ആ സിദ്ധിയുള്ള മനനം ചെയ്യുന്ന പ്രോസസ്സ്. ബുദ്ധി താജ്മഹൽ പോലെ ഒരു ബിൽഡിംഗ്, ആ ഒരു മോണമെന്റ് ഒരു IIT പഠിച്ച എഞ്ചിനീയറിംഗ് ബോർഡ് പറ്റി എനിക്ക് തോന്നുന്നില്ല. കാരണം റോ ആയിട്ട് വരുന്നതാണ് ശരിക്കും വരുന്നത്. പഠിച്ചുണ്ടാക്കുന്ന ആർക്കും പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മെത്തേഡ് ആക്ടർ ശ്രമിച്ചാൽ പലർക്കും പറ്റും. ബോൺ ആക്ടർ, നാച്ചുറൽ ആക്ടർ അത് ജന്മനാ കിട്ടേണ്ടതാണ്. ജീനിയസ് ഇസ് ടു ബി ബോൺ, നോട്ട് ടു ബി മെയ്ഡ്. സോ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബുദ്ധിയാണ്. മറ്റേതെന്ന് പറയുന്നത് സ്വത്വത്തിൽ നിന്നും ബുദ്ധിയല്ല, വക്രതയാണ്. അതെ, അതിനെ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് അത് ശരിക്കും അത് പിക്കാസോന്റെ പിക്ചറിൽ കാണാനും ഉണ്ട്. അത് മാനിപ്പുലേറ്റ് ചെയ്ത് അതിനൊരു ഇന്റലക്ച്വൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ. എനിക്ക് വാൻ ഗോഗ് ശരിക്കും ഇന്റലിജന്റ് ആയിട്ട് തോന്നുന്നു. ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ അയാൾ സ്വത്വത്തിൽ തന്നെ അങ്ങനെയാണ്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഉള്ളിലുള്ള സ്വത്വത്തിൽ നിന്നാണ് അവർ. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഇപ്പൊ ഈ ഫിലോസഫി ആണെങ്കിൽ അക്കാഡമിക് ഫിലോസഫി വളരെ സ്കോളർലി ആണ്, ബുക്കിഷ് സ്റ്റൈലാണ്. ശരിക്കുള്ള ഫിലോസഫി അക്കാഡമിക് ഫിലോസഫി പുറത്താണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതേ ഈ റാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടർ ഉണ്ട് തമിഴിൽ. അയാൾക്കൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിനെ കാണിക്കാനായിട്ടൊരു ഇൻ്റർവ്യൂവർ വന്നിട്ട് കാണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വരാം, ഇതുവരെയുള്ള ടെക്നിക്സുകൾ പഠിക്കാൻ വരാം, എല്ലാം പഠിക്കാൻ വരാം. പക്ഷെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു സ്വന്തമായിട്ട് കഴിവ് വേണം. ഇവിടുന്ന് എന്ത് പഠിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്. എസ്പെഷ്യലി ആക്ടിംഗിലേക്ക് വരുമ്പോൾ അത് പഠിച്ചുണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ കഴിവില്ലാത്തവനെ ഞാൻ 3 രീതിയിൽ പറയാം. കഴിവില്ലാത്തവനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു, കാര്യമില്ല. മാർക്കറ്റിങ്ങും മാനേജ്മെന്റും അറിയാവുന്നവനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു. ചെറുപ്പം തൊട്ട് ജന്മസിദ്ധ അവന് കഴിവുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് പഠിപ്പിക്കുന്നു. ഈ 2 പേരില് ഇവനാണ് സക്സസ് ആവുക. കാരണം ഇവന് മാർക്കറ്റിംഗ് അറിയാം, ഇവന് മാനേജ്മെന്റ് അറിയാം ഈ കാലഘട്ടത്തിൽ. അതെ. അപ്പോൾ ഈ ഒരു സംഭവമാണ്. ഇതേപോലെ തന്നെ എഡിസണും ടെസ്ലയും. എഡിസൺ ബിസിനസ് മെന്റർ ആയിരുന്നു, പക്ഷെ ടെക്നിക്കൽ ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ടെസ്ലയാണ്. ടെസ്ല ആവശ്യം വരിക്കുമ്പോൾ ടെസ്ലയിൽ ഒരു ഓളും ഇല്ല, ഒന്നുമില്ലാതെ ജീനിയസ് ആണ് ടെസ്ലയാണ്. എഡിസൺ ടെസ്ലയുടെ അസൂയായിരുന്നു. ടെസ്ല കുറേ വർക്ക് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൻ്റെ ആൾക്കാരെല്ലാം ദരിദ്രമാണ്. ശരിക്കുള്ള ഫിലോസഫർ ആയാലും, ശരിക്കുള്ള സയൻറ്റിസ്റ്റ് ആയാലും, ശരിക്കുള്ള ആർട്ടിസ്റ്റ് ആയാലും ഇങ്ങനെ മറ്റേത് ഒരു ജീനിയസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സന്തോഷ് ഭായ് ഇപ്പോൾ കോളേജിൽ പോയി പഠിക്കുമ്പോൾ സന്തോഷ് ഭായിയുടെ ഉള്ളിലേക്ക് എഡ്യൂക്കേഷൻ ഇൻജെക്ട് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. എന്നിലും ഇൻജെക്ട് ചെയ്യുന്നത് അതാ. എന്നിലും ഇൻജെക്ട് ചെയ്യുന്നത് മാർക്കറ്റിംഗ് തന്നെയാണ്. അതായത് നമ്മൾ ഒരു പഠിത്തം കഴിഞ്ഞ് നമ്മളൊരു കോളേജ് ബിരുദവും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ആണ് സാധനം പഠിച്ചിട്ടുള്ളത്. ചെറുപ്പം തൊട്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ടീച്ചേഴ്സ് പറയുന്ന സംഭവം നാളെ നീ കളിക്കാൻ പോകേണ്ടി വരുന്ന
അവിടെ പഠിപ്പിക്കുന്നത് അവന്റെ മുകളിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ കളിക്കുന്നവൻ മോശക്കാരനാണോ? മോശക്കാരനല്ല. പക്ഷെ അവിടെ കുട്ടികളുടെ മൈൻഡിൽ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്, സബ് കോൺഷ്യസ്ലി ഇത് ആക്റ്റീവ് ആവുന്നു. അങ്ങനെയാണ് പല ജോലി മോശമായിട്ട് തോന്നുന്ന ആൾക്കാർക്ക്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ കാപ്പി വെക്കാൻ ഇറങ്ങാമെന്ന് വിചാരിക്കുക. അപ്പൊ ആൾക്കാർ പറയും നല്ല തൊഴിലാട്ടോ, മോശപ്പെട്ട. ഇതൊരു കളക്ടറോട് പറയോ? ഇതൊരിക്കലും കളക്ടറിനോട് പറയില്ല. ഇപ്പോ വാൻഗോഗ് ആണെന്നുണ്ടെങ്കിൽ പോലും, വാൻഗോഗിനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം നാൾ ജീവിച്ചിട്ടില്ല, ഒന്നുമില്ല, ലൈഫ് സ്പാൻ കുറവല്ല ആള്. മറ്റേ ഇപ്പൊ പിക്കാസോന്റെ അത്രയ്ക്കും ഇത് ചെയ്തിട്ടില്ല ആള്. പക്ഷെ ലൈഫ് അങ്ങനെ എന്താ പറയാ, എക്സ്പ്ലോർ ചെയ്യാനും പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നത്. ആൾ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ള ഫ്രെയിമുകളിലൊക്കെ ആൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. പ്രണയത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, നല്ലൊരു പ്രണയം കിട്ടാത്തതിന്റെ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം. അങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പോഴാണ് ആർട്ട് കുറച്ചുകൂടെ ഇതാവണം. അതെ, കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനനം ചെയ്യുന്ന പ്രോസസ്സ് കൂടും. നമ്മൾ ആത്മാന്വേഷണം കൂടുതലായിട്ട് നടത്തും. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആത്മാന്വേഷണം നടത്താൻ നിർബന്ധിതരാണത്. അപ്പോൾ അങ്ങനത്തെ സംഭവം പിക്കാസോ ഇല്ല. അങ്ങനത്തെ ഒരു സംഭവത്തിന്റെ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്കും താങ്കൾക്കും തന്നിട്ടുള്ള ആ മാർക്കറ്റിങ്ങിന്റെ ഇന്റലക്ച്വൽ ബേസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേ സംഭവമാണ് പിക്കാസോ യൂസ് ചെയ്തിട്ട് ആള് രക്ഷപ്പെടുന്നതും. അത് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ കോടികളാണ് സംഭവം ആളുടെ പെയിന്റിംഗ്. ജീവിതാനുഭവം കുറവാണ്. ജീവിതാനുഭവം കുറവാണെന്ന് പറയാൻ പറ്റില്ല. തിക്തമായ അനുഭവങ്ങളിൽ കുറവാണ്. ആള് ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ എത്രയൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഈ തിക്തമായ അനുഭവം. അതെ, പിക്കാസോനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളുടെ ചുറ്റുപാട് ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ആവുമ്പോ ആള് കഷ്ടത അനുഭവിക്കാൻ കഷ്ടത അനുഭവിക്കാൻ ശ്രമിക്കുന്നു. ഈ ആർട്ടിസ്റ്റുകളൊക്കെ കഷ്ടത അനുഭവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാരണം സൗണ്ട് ആയിട്ട് എടുക്കുന്നത്, അനുഭവങ്ങൾ ഉണ്ടാവില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വാൻഗോഗിന് അനുഭവങ്ങളുണ്ട്. ആൾക്ക് ഈ പറയുന്ന ഇപ്പോൾ സറിയലിസ്റ്റിക് സ്വഭാവം ഏറ്റവും കൂടുതലുള്ളത് പിക്കാസോന്റെ, സറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവം ഉള്ളത്. മറ്റേ പിന്നെയും വാൻഗോഗിന്റെ നോക്കുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് പൊളിഞ്ഞു പോയതാണ്. എന്നിരുന്നാലും കൂടുതലായിട്ട് ഒബ്ജക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൻഗോഗിന്റെയാണ് എടുക്കുന്നത്. ഈ സത്യത്തിൽ കച്ചവട മേഖലയും കലാമേഖലയും പ്രാക്ടിക്കലായിട്ടോ രണ്ട് തട്ടിലേക്ക് വെക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ഈ രാഷ്ട്രീയത്തിൽ ആദർശ രാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയം പറഞ്ഞ പോലെ അതെ രണ്ട് സംഭവമാണ്. യാഥാർത്ഥ്യമാണ്. ആദർശ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രീതിയിലുള്ളതാണ് വാൻഗോഗ്. പ്രാക്ടിക്കൽ. അതെ, ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇതാണ്. പക്ഷെ അത് പ്രായോഗിക അല്ലാതെ ആവുന്നത് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടാണ്, അതിന് അനുകൂലമായിട്ടുള്ള ജനങ്ങളില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഒരേ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുന്നവനെ എല്ലാ രീതിയിലും വിജയിച്ചു നിൽക്കും. പക്ഷെ അവന്റെ അടിയില് ഈ പറയുന്ന പോലെ തന്നെ വാൻഗോഗിലേക്ക് കല എന്ന് പറയുന്നത് പിന്നെ ഒരു രണ്ടുമുണ്ട്. അതായത് പിക്കാസോനെ ബേസ് ചെയ്തിട്ട് ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ആവേശം ഹാലുസിനേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം ആളുടെ പെയിന്റിങ്സിൽ കാണാം. ഭ്രാന്തമായിട്ടുള്ള ആവേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് സെൽഫായിട്ട് ചിന്തിച്ച് കോൺഷ്യസ് ആയിട്ട് തന്നെ സാധനങ്ങൾ തന്നെ മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്. കാരണം അത് ഒരാളെ കാണിക്കുമ്പോൾ, ആളുടെ വർക്ക് കാണിക്കുമ്പോൾ ഇവർ രണ്ടും കമ്പയർ ചെയ്യാണ്. മോഹൻലാൽ മമ്മൂട്ടി പോലെയാണല്ലോ. മമ്മൂട്ടി പോലെയാണ് പിക്കാസോ, മോഹൻലാൽ പോലെ വാൻഗോഗ്. അതെ, സത്യം. അതാണ് പറയുന്നത്, സ്വത്വം മനനം ചെയ്യുന്ന പ്രോസസ്സും ബിസിനസ് പ്രോസസ്സും ഇത് രണ്ട് തട്ടില്ല. ഇപ്പോ അത് ഭയങ്കര കറക്റ്റാ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടി എങ്ങനെ പോയാലും വർഷത്തിൽ 1-2 ഒരു അവാർഡ് ഫിലിം പോലത്തെ ഒരു ഫ്രെയിമിൽ അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം തെരഞ്ഞെടുത്ത് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഒരെണ്ണം വിഷ്വൽ ചെയ്യും. മോഹൻലാൽ പക്ഷെ അങ്ങനെയല്ല, പ്ലാനിങ്ങേ ഇല്ല, ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പ്ലാനിങ്ങേ ഇല്ല. അതുകൊണ്ട് തന്നെ അവാർഡ് കൂടുതൽ കിട്ടിക്കുന്ന മമ്മൂട്ടിക്കാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് നവാസുദ്ദീൻ സിദ്ദിഖിയ. ഇപ്പൊ ഹിന്ദിയിലൊക്കെ അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലൈഫുണ്ട്. ആള് ഏത് ക്യാരക്ടർ ഇപ്പൊ പോലീസായിട്ട് വന്നാലും നമുക്ക് കൺവിൻസ് ആണ്. ആള് സ്ട്രീറ്റിനെ സെൻസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു എന്താ പറയാ, ഒരു ഈ ബോഡി ആർട്ട് ന്യൂഡ് പെയിന്റിങ്സ് വരുമോ? ബോഡി ആർട്ടിൽ ന്യൂഡ് പെയിന്റിങ്സ് വരും അറ്റ് എ ടൈം. എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ കുറെ പെയിന്റേഴ്സ് ഇല്ലേ, MF ഹുസൈൻ, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? MF ഹുസൈൻ ജെന്യൂൻ ആണോ? MF ഹുസൈനും കച്ചവട മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോ കൂടുതൽ ന്യൂഡ് പെയിന്റിങ്സിന്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആള് ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നും ഇപ്പൊ ഈ ബിഗ് ബോസ് പോലെ തന്നെ ജനങ്ങളെ പ്രൊവോക്ക് ചെയ്തിട്ട് സമൂഹത്തിലൊരു മോശമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ട് ഹൈറ്റിലേക്ക് പോവാന്ന് പറയുന്ന ഒരു സാധനമാണ്. മനസ്സിലാവുന്നുണ്ട്. വളരെ ടോക്സിക് ആയിട്ട് ഇത് ചെയ്തിട്ട് ബിഹേവ് ചെയ്തിട്ട്
അത് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വളരെ മോശപ്പെട്ട സംഭവമാണ്. അതേ ഒരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹുസൈൻ. അത് കരുതി കൂട്ടിയിട്ട് ആളുകൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആൾക്കറിയാം ശിവസേന അത് അത്രയ്ക്കും അവിടെ സജീവമാണെന്നുള്ളത്, അത്രയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ആൾക്കറിയാം. പക്ഷെ അവിടെ അങ്ങനെ കാണുമ്പോൾ അയാൾക്ക് അവിടെ വിദേശ സാധ്യതകൾ ഉണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് അതറിയാം. ഇപ്പോൾ എനിക്ക് നമ്പൂതിരിനെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ വെങ്കിടി എന്നുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ ഒരു ശരിക്കുള്ളൊരു ആർട്ടിസ്റ്റ് ഫിനാൻസിനെ ചിന്തിക്കുമോ? ശരിക്കുള്ളൊരു ആർട്ടിസ്റ്റ് ഫിനാൻസിനെ കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതനാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ആന്റണി പെരുമ്പാവൂർ ഇല്ലെങ്കിൽ ശരിക്കുള്ള ആർട്ടിസ്റ്റിന് നിലനിൽക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എൻജോയ് ചെയ്യുന്നവനാണ്. അവനെ സംബന്ധിച്ച് അവന് സേവിങ്സ് ഇല്ല, അവന് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ശരിക്കുള്ള ആർട്ടിസ്റ്റ്. അവൻ സേവിങ്സ് കീപ്പ് ചെയ്യില്ല. മോഹൻലാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ശരിക്കും. അതായത് ഒരു മാനേജർ. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന വ്യക്തി. ഈ പറയുന്ന വാൻഗോഗ് ആണെന്നുണ്ടെങ്കിലും ആളുടെ കയ്യിൽ കിട്ടുന്ന കാശ് വെച്ചിട്ട് ആൾക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ആൾ ഉപയോഗിക്കുന്നത് മൊത്തം പട്ടിണിയാണെന്നുണ്ടെങ്കിൽ ആളുടെ ആവശ്യം എന്ന് പറയുന്നത് വർക്ക് ചെയ്യാന്നുള്ളതാണ്. നമ്മളിൽ മെയിനായിട്ട് അനുഭവങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ? ഈ അനുഭവത്തിന് ഉണ്ടാകുമ്പോൾ ഇപ്പൊ ആർട്ടിസ്റ്റ് എന്താണ് റിയാലിറ്റിയുടെ എക്സാഗ്രേഷൻ പറയണ ജീവിതം അതേപോലെ കാണിക്കാൻ പിന്നെ ആർട്ടിനും റോളും ഇല്ല. പക്ഷേ പക്ഷെ ആ അനുഭവം അതേപടി ഇടുമ്പോൾ അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ? കാരണം ഫാന്റസിയിലല്ല ക്രിയേറ്റിവിറ്റി വരണ. അതിൽ വേറൊരു പ്രശ്നമുണ്ട് സന്തോഷ് ഭായി. എന്താ കാര്യം എന്ന് വെച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആൾക്കാർ അനുഭവങ്ങൾ ഉണ്ടാക്കും. അതിൽ കാര്യമില്ല. നാച്ചുറലാണ്. സോ നാച്ചുറലി നമുക്ക് അനുഭവങ്ങൾ കിട്ടണം. നാച്ചുറലി നമ്മൾ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ സന്തോഷോട് ഞാൻ പറയണം, സന്തോഷം ഇത് ക്യാരക്ടർ കുറച്ച് തടി കുറഞ്ഞിട്ടാണ്, നന്നായിട്ട് തടി കുറയ്ക്കണം സംഭവം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഫീലിങ്സ് ഒക്കെ പറയണം. ആ ഫീലിങ്സ് ഒബ്സർവ് ചെയ്യാനായിട്ട് പട്ടിണി എടുത്തുകൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലാകുന്നുണ്ടോ? പട്ടിണിയൊക്കെ എടുക്കുന്നത് സന്തോഷത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതിലുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആർട്ടിസ്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ മാനിപ്പുലേറ്റ് തന്നെയാണോ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? രണ്ടും കൊള്ളാം സത്യത്തിൽ. ഇപ്പോൾ പിക്കാസോൻ്റെ ആണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ പിക്കാസോൻ്റെ ആണെങ്കിലും വാൻഗോഗിൻ്റെ ആണെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വത്തത്തിൽ നിന്ന് വന്നതും മനനം ചെയ്ത് പ്രോസസ്സ് ചെയ്തതും നോക്കുമ്പോൾ നമുക്ക് വാൻഗോഗിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ അതെന്താ പറയുക ഹൈ എമൗണ്ടിന് അത് വിറ്റ് പോകാനുള്ള കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആളുടെ സ്വത്തത്തിൽ നിന്ന് അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അതാണ് ഏറ്റവും ലോങ് സ്റ്റാൻഡിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയുടെ മോഹൻലാലിനെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ പഴയ സിനിമകൾ തിയേറ്ററിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒന്നും ഓടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ് സാധ്യതകൾ മാത്രം നോക്കി ഇറക്കിയിട്ടുള്ള സിനിമകളാണ്. പക്ഷെ മോഹൻലാൽ നോക്കുകയാണെങ്കിൽ കാലത്ത് അതിജീവിച്ച സിനിമകളാണ്. അതുകൊണ്ടാണ് ആ സിനിമകൾ ഇന്നും തിയേറ്ററിൽ ലൈഫ് ഉള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് ഈ മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ബിസിനസ്സാണ് സിനിമ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ജോൺ അബ്രഹാം അല്ലെങ്കിൽ അരവിന്ദൻ അവർക്കൊന്നും ഇതൊരു ബിസിനസ് ആയിരുന്നില്ല. അവരും ഈ പറയുന്ന ജോൺ അബ്രഹാം പോലും ഫിനാൻഷ്യലി അങ്ങനെ ഇത് വന്നിട്ടുണ്ട്. പുള്ളി ഒരു സിനിമ 4 സിനിമയിൽ ഒരു സിനിമ കൊമേഴ്സ്യൽ പടമാണ്. അത് പുള്ളി പൈസക്ക് വേണ്ടി ചെയ്തതാണ്. അതേപോലെ പ്രേംനസീർ ആക്ടിൻ്റെ അടുത്ത് പോയി പുള്ളി ഒരു സിനിമ ഡേറ്റ് വെച്ച് കാശിൽ വാങ്ങിച്ചു. ഫിനാൻഷ്യൽ ഫാക്ടറാണ്. പക്ഷെ ശരിക്കുള്ള ആർട്ടിസ്റ്റ് ഫിനാൻഷ്യൽ ചിന്തിക്കും തോന്നുന്നില്ല. പക്ഷെ അവൻ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആലോചിക്കും. ചിന്തിക്കാൻ നിർബന്ധിതനാണ്. അവൻ ആസ്വാദകനാണ്, ജീവിതത്തിന് ആസ്വദിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് അവന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. അത് മാനേജ് ചെയ്യാൻ ഒരാളെ നിർത്തിയാൽ മാത്രം അവന്റെ കയ്യിൽ കാശ് ഉണ്ടാവുള്ളൂ. അതാണ് ഈ യാഥാർത്ഥ്യത്തില്. ഇപ്പൊ കമൽഹാസൻ ആർട്ടിസ്റ്റാണ്. കമൽഹാസന് ഇപ്പൊ സേവിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളും ഉണ്ടാവുന്നല്ലാണ്ട് ആള് കണ്ടിന്യൂസ് ആയിട്ട് ആള് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റർ ആണ്. കമൽഹാസനെ ബേസ് ചെയ്തിട്ട് അതെ വിശ്വരൂപം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അങ്ങനെ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. രക്ഷപ്പെടല് സമൂഹത്തിന്റെ രീതിയിൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രക്ഷപ്പെടലല്ല, സാമ്പത്തികമായിട്ടുള്ള രക്ഷപ്പെടലാണ്. പക്ഷെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പുള്ളിക്ക് അത് ഗുണമായി, സമൂഹത്തിന് അത് നഷ്ടമാണ്. അതെ, നമ്മളിപ്പോ ഓഡിയൻസിന് നഷ്ടമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വർഷം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഒരു വർഷം നമ്മൾ വാൻഗോഗിനെയും മറ്റേ ഈ പറയുന്ന പിക്കാസോനെയും ബേസ് ചെയ്ത് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ അത് കേട്ടിരിക്കില്ല. മോഹൻലാൽ മമ്മൂട്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ, പക്ഷെ നമ്മളത് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന മോഹൻലാലിനെയും മമ്മൂട്ടിനെ കുറിച്ച് സംസാരിക്കില്ല. നാച്ചുറലായിട്ട് വന്ന പക്ഷെ ഇത് സബ് കോൺഷ്യസ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടായിരിക്കാം.
യാഥാർത്ഥ്യത്തിൽ നമ്മള് സബ് കോൺഷ്യസ് ആയിട്ടുള്ള അങ്ങനെ വരുന്ന ബിസിനസ് മൈൻഡ് ആണോ നിങ്ങൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? നമ്മൾ എന്താ തീരുമാനിച്ചത്? നമ്മൾ സത്യത്തിൽ തീരുമാനിച്ചത് നമുക്ക് വ്യൂവേഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മള് എല്ലാ വീക്കിലും ഒരു ചെകുത്താനും സീക്രട്ട് ആയിട്ടുണ്ടോ? ചെകുത്താൻ ഫിനാൻസ് നോക്കുന്ന ആളല്ല, ചെകുത്താൻ നാച്ചുറൽ ആയിട്ട് പറയുന്ന ആളാണ്. സീക്രട്ടിന്റെ എല്ലാം പ്ലാൻ ചെയ്ത മണി ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. മാർക്കറ്റ് ചെയ്ത ചെകുത്താനെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളേ, ആള് നേരിട്ട് അത് ആൾ പ്രതിബദ്ധനാണ്. ആരുമായിട്ട് ബന്ധപ്പെട്ടാലും ഒരാളെയും ചീറ്റ് ചെയ്യണം എന്നുള്ള മനോഭാവം ആൾക്കില്ല. ആള് ജെന്യൂനാണ്. അത് മാത്രമല്ല, ആളെ സംബന്ധിച്ച് ആൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നുള്ളൂ. മോഹൻലാലിന്റെ കാര്യത്തിൽ മാത്രം ആൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് മാത്രമാണ്. കാരണം ആൾക്ക് അത്രയ്ക്ക് ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ അതേ സംഭവം ആയിരിക്കണ്ടോ, അയാളുള്ള ഒരു ഹീറോയിസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ആർട്ടിനെ മറന്നു. ലൈക്ക് പോൾ ട്രിപ്പിൾ എന്ന് പോലെ സംഭവം എനിക്ക് തോന്നുന്നു. അതെ, അത് പക്ഷെ ചെകുത്താൻ ഓപ്പൺ ആയിട്ട് സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കാനുണ്ടാവില്ല യാഥാർത്ഥ്യത്തിൽ. പക്ഷെ യാഥാർത്ഥ്യം കുറച്ചൊരു ബിസിനസ് മൈൻഡ് അങ്ങനെയാണ്. ഇപ്പൊ ചെകുത്താൻ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, സീക്രട്ട് ഏജന്റ് നിലനിൽപ്പില്ലാന്ന്, താൽക്കാലികമാണ്. ലോങ് സ്റ്റാൻഡിങ് വന്നിട്ട് 12 വർഷമായി. ചെകുത്താന് മറ്റേ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടുണ്ട് ഇവിടെ പാരമ്പര്യമുണ്ട്, അപ്പലാണെന്ന് പറയാ ഇവിടെ. പക്ഷെ സീക്രട്ട് ഏജന്റ് ജെന്യൂൻ അല്ല, ആൾക്ക് എന്താണോ കുറച്ചാൽ ആരും ഓർത്ത് വെക്കാൻ പോകുന്നത്. അതായത് ചൂണ്ടിയാണ് ചെയ്താൻ പറഞ്ഞ ആള് ആൾക്കാർ മറക്കില്ല ഒരിക്കലും. ഒന്നുമില്ല. എനിക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഒന്നും വേണ്ട, ഞാൻ എല്ലാം പ്ലാൻ ചെയ്താണ് എല്ലാം ചെയ്യുന്നത്, നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അതെ, അല്ല ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെകുത്താന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എനിക്ക് മറ്റുള്ള വീഡിയോസിനേക്കാളും കൂടുതൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സംഭവം ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ ഓർഗാനിക് ആയിരുന്നു. അതൊരിക്കലും ഒരു ആക്ഷൻ കട്ടിൽ പറയുന്ന സാധനങ്ങളല്ല. സോ അതിലൂടെ എന്നെ മനസ്സിലാക്കാം ആൾ അത്രയ്ക്കും ജെന്യൂനാണ്. ചെകുത്താനെ ഞാൻ പരിചയപ്പെട്ടിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ വെല്ലാണ്, ആൾക്കാരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ആൾ വെല്ലാണ്. ഒരാളെയും എവിടെ നിർത്തണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. ആൾക്കൊരു സോഷ്യലി വളരെ കമ്മിറ്റഡ് ആണ്. ഇത് തന്നെയായിരുന്നു മോഹൻലാൽ സത്യത്തില് ഒരു കാലത്ത്. അതിനെ തിരിച്ചറിഞ്ഞ ചെകുത്താൻ പഴയ മോഹൻലാലിന് ഇഷ്ടമാണ്. അതന്നെയാ പറഞ്ഞത്, ആള് പറഞ്ഞിട്ടുണ്ട്. മാറ്റത്തിനാണ്. അത് ഈ കുറച്ച് ഈ നരസിംഹം തൊട്ടിട്ട് ആളെ നശിപ്പിച്ചു. ഉസ്താദ്, അതെ, ഉസ്താദ് ഒക്കെ പിന്നെയും കുഴപ്പമില്ല. നരസിംഹം ആറാം തമ്പുരാനാണ് ടോട്ടലി. അതെ, അത് ഈ ഷാജി കൈലാസൊക്കെയാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ആൾക്കാർ രണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ആർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ, ബിക്കോസ് അമീർ ഖാൻ അങ്ങനെ രണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് അമീർ ഖാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമീർ ഖാൻ വർഷത്തില് 5-6 സിനിമയൊന്നും ചെയ്യില്ല. മാർക്കറ്റ് ഉണ്ട്. ഋതിക്കിനെ സംബന്ധിച്ച് 2 സിനിമ ചെയ്യും. അതിലൊരെണ്ണം നല്ല മൂവി ഒരെണ്ണം ചെയ്യും, ഒരെണ്ണം കൊമേഴ്ഷ്യൽ സാധനം ചെയ്യും. വാർ 2 പോലെ ഋതിക്ക് ഇപ്പൊ 360 ചെയ്തു. അതേപോലെ തന്നെ ആള് അതിന്റെ ഒപ്പം തന്നെ ഋതിക്കിന്റെ ഒരു സിനിമയും കാണാതിരിക്കുന്ന സമയത്തായിരിക്കും ഒരു പുതിയ സിനിമ വരാം. ആ സിനിമ വന്നു കഴിഞ്ഞിട്ട് അത് മാർക്കറ്റിൽ ഭയങ്കര ഹിറ്റ് ആയി നിൽക്കുന്ന സമയത്ത് വേറൊരു സിനിമയും കൂടി എൻ്റർ ചെയ്യും. ഇപ്പോ ഈ അതേപോലെ പക്ഷെ അമീർ ഖാൻ അങ്ങനെയല്ല. അമീർ ഖാൻ ലൈഫ് നോക്കും, സിനിമയുടെ ലൈഫ് എന്താണെന്നുള്ളത് നോക്കും. ഇങ്ങനെയുള്ള ഒരു വ്യത്യാസമുണ്ട്. അത് തന്നെയാണ്. രണ്ടും വേണം, ആർട്ടും വേണം, ബിസിനസ് വേണം. അങ്ങനെ എനിക്കൊരു പിക്കാസോക്ക് രണ്ടും ഉണ്ടോ? ആർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ പിക്കാസോന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന പ്രോസസ്സാണ്. അതെ, നാച്ചുറൽ അല്ല. പക്ഷെ ആളുടെ ആദ്യത്തെ വർക്കുകൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം നാച്ചുറൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിക്കാസോന്റെ. പക്ഷെ പിന്നീട് കച്ചവടത്തിന്റെ മേഖലയ്ക്ക് വന്നു കഴിയുമ്പോൾ ഫണ്ട് കൂടുതലായിട്ട് കിട്ടാനായിട്ട് കൂടുതൽ ഇന്റലക്ച്വൽ ആണ് എന്ന് കാണിക്കാൻ നിർബന്ധിതനായിരുന്നു പിക്കാസോ. അതെ, അപ്പോൾ ഇതാണ് സംഭവം. അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആർട്ടിനെ ആർട്ടായിട്ട് കാണുക എന്നുള്ളതും അതിനെ കൂടുതൽ ജെന്യൂനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിലും അതിന് ലൈഫ് ഉണ്ടാവും. ലൈഫ് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനാണെന്നുണ്ടെങ്കിൽ ആർട്ടിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. വല്ല ബിസിനസ്സും ചെയ്ത് ജീവിക്കാം. ലൈഫ് ഉണ്ടാക്കാനാണ് നിങ്ങൾ മിക്ക യൂത്ത് എല്ലാം അങ്ങനെയാണ്. മെജോറിറ്റി ആൾക്കാർ ബിസിനസ് പറയുകയാണ്. ഇപ്പൊ ഈ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ എല്ലാം കോൺസെൻട്രേറ്റ് കൺട്രോൾ ചെയ്യുന്ന അവർക്ക് എത്തിക്സും ഇല്ല. പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ, ഞാൻ വർക്ക് ചെയ്തിരുന്ന കോർപ്പറേറ്റ് കമ്പനികളിൽ എത്തിക്സ് ഉണ്ട് അവർക്ക്. അവരെപ്പോഴും പറയുന്ന പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പ്രൊമോഷൻ സ്കെയിലോ കാര്യങ്ങളോ വന്നിട്ടില്ലെങ്കിൽ അവർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ ഒരു പക്ഷെ കമ്പനിയിൽ നമ്മൾ ഒരു 5 വർഷം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും നിനക്ക് വേറെ പണിയൊന്നും അറിയില്ലേ എന്ന് അവർ ചോദിക്കുന്നത്. അതാണ് നല്ല കമ്പനി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്താലാണ് അവരുടെ യൂണിവേഴ്സ് ഡെവലപ്പ് ആവുള്ളൂ, സർക്കിൾ ഡെവലപ്പ് ആവുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളുണ്ട്. പക്ഷെ താൽക്കാലിക ലോങ് ടേം നിൽക്കണമെങ്കിൽ എത്തിക്സ് ഇല്ലാത്തടത്തോളം ഒന്നും നടക്കില്ല. താൽക്കാലികമായിട്ട് ഒരു പബ്ലിസിറ്റി കിട്ടും, കോർപ്പറേറ്റ് വേൾഡ് ആണെങ്കിലും താൽക്കാലികമായിട്ട് ഒരു പബ്ലിസിറ്റി കിട്ടും, പിന്നെ മൊത്തം തകരും. ഈ ബേസ് ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതാണിത്, അടിത്തട്ടില്ലാണ്ട് ഉണ്ടാക്കുന്നതാണ്. കാണുമ്പോൾ നല്ല ലുക്ക് ആയിരിക്കും, അത്രയ്ക്കുള്ളൂ. ഒറ്റയടിക്ക് തകർന്നു വീഴണം. അപ്പോ ഇത്രയ്ക്കുള്ളൂ. ക്യൂബിസം ഇപ്പൊ ഈ ക്യൂബിസം അനാട്ടമി മിക്സ് ആണ് ഈ പറയുന്ന പിക്കാസോന്റെ. അത് എല്ലാതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ക്യൂബിസത്തിന് മെയിൻ ആയിട്ട് ഇന്റലക്ച്വൽ ആണെന്ന് കാണിക്കാനാണ് പിക്കാസോ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്യൂച്ചറിസം അതാണ് കുറച്ചുകൂടെ ഫ്യൂച്ചറിസം ആള് അതാണ് സംഭവം. എനിക്ക് തോന്നുന്നു ഇനി വരേണ്ടത് ഒരു റിനൈസൻസ് കാലഘട്ടമാണ്. ആർട്ടും ഉണ്ട് സയൻസും ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ ഇനി അങ്ങനെ ഒരു കാലഘട്ടം വരണം എന്നുണ്ടെങ്കിലേ സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും സിസ്റ്റത്തിന്റെ പുറത്തുനിന്ന് നമുക്ക് ജീവിതം ഉണ്ടെന്നുള്ളതും ആ ജീവിതം ജീവിക്കാനായിട്ട് ഇന്നത്തെ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കണം. അതിനുള്ള സാധ്യത ഇന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടാക്കിയെടുക്കും തോറും ഇവിടെ ഉണ്ടാക്കിയെടുത്ത ബിസിനസ് ചട്ടക്കൂട് പൊളിയും. അതുകൊണ്ട് തന്നെ അതിന് ഈ സിസ്റ്റം ശ്രമിക്കില്ല, ഇവിടുത്തെ പൊളിറ്റിക്കൽ കേന്ദ്രങ്ങളും ശ്രമിക്കില്ല. അതാണ് യാഥാർത്ഥ്യം. പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ബിസിനസ് ആയിട്ട് നോക്കണം. അതെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ബിസിനസ് ആയിട്ട് നോക്കാണ്ട് കാര്യമില്ല. ഇതില് ഒരു ബേസ് എന്ന് പറയുന്നത് അങ്ങനെ പ്രാക്ടിക്കലായി ചിന്തിക്കാത്ത കൊണ്ടാവാൻ പുള്ളിയുടെ ജീവിതം ഇത്ര ഭയങ്കര ഇതായിട്ട് മാറിയത്. ഇപ്പൊ വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ മോഹൻലാൽ ചെയ്തു. മോഹൻലാൽ പറഞ്ഞത് തൊട്ടാ എനിക്ക് ആ സിനിമ കൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത്. പക്ഷെ ആള് അത് ആർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ആർട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, എന്റെ നല്ല ലാഭം കമലദളൊക്കെ ഒരു ആ കാലത്ത് മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്യില്ല. സെൻസാണ്. പിന്നെ മമ്മൂട്ടിക്ക് സാമ്പത്തികം ബേസ്ഡ് ആണോ ഫണ്ട് ബേസ്ഡ് ആണോ? സീരിയസ്ലി ആർട്ട് ബേസ് ആവുന്നത് വർഷത്തിൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കും. പുള്ളി ആർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ അവാർഡ് കിട്ടാൻ വേണ്ടിയാണ്. അതെ, ആ ഒരു സ്പേസ് സ്റ്റാൻഡേർഡ് സ്പേസ് ഒരു ഫോർമുല വെച്ചാ പോകുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കഴിഞ്ഞ വർഷത്തിൽ കുറെ ഇങ്ങനത്തെ ചെയ്തിട്ട് പെട്ടെന്ന് പോയി ടർബോ ചെയ്തു. അത് കൊമേഴ്സിന് വേണ്ടി മാത്രം. അങ്ങനെ ഒരു പ്ലാൻഡ് ആണല്ല. പക്ഷെ ഈ ക്രിയേറ്റിവിറ്റി ലാലേട്ടൻ പറഞ്ഞാൽ സംഭവിക്കുകയാണ്. യു കനോട്ട് ബി പ്ലാൻഡ്. ഇവരെല്ലാം പ്ലാൻ ചെയ്യാം. മമ്മൂട്ടിയുടെ പറഞ്ഞാൽ എല്ലാം പ്ലാൻഡ് ആണ്. ഇതില് ഇത്രയ്ക്കുള്ളൂ. ഓർഗാനിക് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് എന്തോ അത് ഉപയോഗിച്ച് തീർന്നതിന് ശേഷം ഞാൻ ഒരു ലാൽ ഡയറക്ടർ ഉണ്ടായിരുന്നു. അതായത് ജഗതി കാണിക്കും. ശരിയാണ്, ജഗതി കാണിക്കുന്ന ഇംപ്രവൈസേഷൻ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ ആക്ടിങ്ങിൽ കാണിക്കുന്ന. ഞാൻ പക്ഷെ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം ആന്റണി പെരുമ്പാവൂരിലേക്ക് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്, എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിന് ഒരു ആന്റണി പെരുമ്പാവൂരിനെ പോലെയുള്ള ഒരാൾ ആവശ്യമാണ്. കാരണം നിലനിൽപ്പില്ലാതായി പോകും. അതെ, പക്ഷെ ഇന്നും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ആന്റണി പെരുമ്പാവൂർ ഇല്ലെങ്കിലും മോഹൻലാലിനെ ബേസ് ചെയ്ത് കഥ എഴുതാൻ എന്നും ആൾക്കാരുണ്ട്. പക്ഷെ മമ്മൂട്ടിനെ ബേസ് ചെയ്ത് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും. പക്ഷെ ഇതില് ബേസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കുള്ളൂ. ആർട്ടിന് വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാർ, അതിനു വേണ്ടി അതിജീവിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒരു മാനേജർ ഇല്ലെങ്കിൽ അവർ തകരും. അങ്ങനത്തെ ഒരാളായിട്ട് തോന്നി ജോൺ അബ്രഹാം, അരവിന്ദൻ, അങ്ങനത്തെ ആൾക്കാരാണ് ആർട്ടിന് വേണ്ടി മാത്രം. പിന്നെ ചില ആൾക്കാരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ജെനുവിനും അവർ ഭയങ്കര ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് ലൈഫിൽ സമ്പാദ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ത്രീ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് വൈഫാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പോവില്ല. ഈ പറഞ്ഞ പോലെയാണ് സംഭവം. അത് അങ്ങനെയും രക്ഷപ്പെട്ടിട്ടുള്ള ചില നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോ 2 എക്സെൻട്രിക് ആണെങ്കിലോ അതില് വേറൊരു സംഭവം എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോ ജോൺ അബ്രഹാം ആൾക്കാരുടെ ക്രിയേറ്റീവ് ആണെങ്കിലും അവർ രണ്ടൊപ്പം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ജെനുവിൻ ആണോ? അരുന്ധതി റോയ് ജെനുവിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താ കാര്യം, അത് അത്രയ്ക്കും ജെനുവിൻ ആണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അല്ലാതെ അവര് സമൂഹത്തില് അങ്ങനെ വിളിച്ചു പറയാൻ തയ്യാറാവില്ല. പല സൗഭാഗ്യങ്ങളും വേണ്ടാന്ന് വെക്കാനായിട്ട് അവര് തയ്യാറാവില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ സൗഭാഗ്യങ്ങൾ വേണ്ടെന്നാ, ആ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവര് BJP പോലും എതിർത്ത് സംസാരിച്ചത്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് എതിർക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മിണ്ടാണ്ടിരുന്നാൽ മതിയില്ലേ. ഇതില് മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച്, മമ്മൂട്ടിയുടെ എല്ലാ സംഭവം നോക്കിയിട്ടുണ്ടോ? മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം ഉണ്ടാവും, കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടാവും, BJP ഒപ്പം നിൽക്കാൻ പേടിയാണ് ആൾക്ക്. എന്നിരുന്നാലും നരേന്ദ്രമോദി വന്നപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇതിൽ ഇത്രയ്ക്കുള്ളൂ. ഓർഗാനിക് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കച്ചവടം ചെയ്യാനായിട്ട് വേറെ ആളെ ഏൽപ്പിക്കുക.
ആർട്ടിസ്റ്റായി നിങ്ങൾ തുടരുക, അത്രയ്ക്ക് മാത്രമേ അതിൽ നടക്കുള്ളൂ. ഈ ഫാസ്റ്റ് മൂവിന്റെ ആർട്ടിസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഏതാ? അത് കണ്ടിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് മൂവി, അത് ലൈഫ് ഉണ്ട് അതില്, നല്ല ലൈഫ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേതാ, വെസ്റ്റേൺ ആർട്ടിസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേതും കണ്ടിട്ടുണ്ട് ഞാൻ, ശ്യാം പ്രസാദിന്റെ ആർട്ടിസ്റ്റ് കിടു, ഒന്നും പറയാനില്ല. അത് പോരാത്തതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ഭയങ്കര ലൈഫ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റിക്ക് ഈ ആൽക്കഹോൾ, ഡ്രഗ്സ്, സെക്സ് അങ്ങനത്തെ ഒരു ഫാക്ടറാണോ, സ്റ്റിമുലേറ്റിംഗ് ആണോ? സത്യത്തിൽ ചർച്ചാ വിഷയമാണ് പടക്കുന്നത്. സത്യത്തില് ഈ പറയുന്ന ബേസിക് നല്ല ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവർക്ക് സെക്സിനോട് താല്പര്യമില്ല. ഇല്ല സെക്സിനോട് താല്പര്യമില്ല അവർക്ക്. ആൽക്കഹോളിനോടൊക്കെ പെട്ടെന്ന് കൂട്ടായ്മയിൽ പെട്ടുപോകുന്നതാ, അല്ലാതെ അതിന് പറയുന്നത് കൂട്ടായ്മയിൽ പെട്ടുപോകുന്നതാണ്. അല്ലെങ്കിൽ വേണ്ട നല്ല സർക്കിളിലാണ് ചെന്നുപെടുന്നെങ്കിൽ അവർ ലൈഫ് ടൈം മദ്യപിക്കില്ല. ഈ ചെന്നുപെടുന്ന സർക്കിളാണ് ഈ നശിപ്പിക്കുന്നത്. ഞാൻ വായിച്ചിങ്ങനെ ഈ ഡ്രഗ്സ് എല്ലാം ക്രിയേറ്റിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഷെർലക് ഹോംസ് എല്ലാം ഡ്രഗ്സ് അടിക്കുമ്പോൾ ഇത് മദ്യപിച്ചാണ് എഴുതണം. തകിടി പറഞ്ഞിട്ട് ഇമാജിനേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ പുള്ളിക്കകത്ത് കള്ളു കുടിക്കണം. കാരണം നമ്മളൊരു കോൺഷ്യസ് സ്റ്റേറ്റ് ആണെങ്കിൽ ലോജിക്കലായിരിക്കും ചിന്തിക്കണം. അങ്ങനെ പോകുമ്പോൾ ആ കോൺഷ്യസ്ലി ഇങ്ങനെ ആ ഒരിലേക്ക് പോകുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത്. അല്ലടോ, ഫാന്റസി അല്ല. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ലഹരിയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുള്ള ആർട്ടിനെ നശിപ്പിക്കുകയുള്ളൂ. കാരണം ലഹരി എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആർട്ടായിരിക്കില്ല അവിടെ സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ആർട്ടായിരിക്കില്ല സംഭവിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരിക്കലും തോന്നുന്നില്ല ജോൺ അബ്രഹാമിൻ്റെ ലൊക്കേഷനിൽ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് മദ്യപിച്ചിട്ട് വരാണെങ്കിൽ ആള് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആള് മദ്യപിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ആള് സമ്മതിക്കില്ല. ആളുടെ ആർട്ടിസ്റ്റ് മദ്യപിക്കാനായിട്ട് ആള് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ആളുടെ വർക്കിൽ അത് അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണ്. യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇസ് ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് സ്ത്രീ വിഷയത്തിനോട് താല്പര്യം കുറവായിരിക്കും. കാരണം അവര് സറണ്ടർ ചെയ്തിട്ടുള്ള ആർട്ടിലാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് അവർക്ക് ലൈഫ് എന്ന് പറയുന്നത്. അവർക്ക് സെക്സിനോട് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. പിന്നെ സിനിമാ ഫീൽഡിൽ വരാൻ കാരണം എന്താണ്? ആർട്ട് കൊണ്ടാണോ? അല്ലെങ്കിൽ അത് ബേസ് പറയുകയാണെങ്കിൽ KR നാരായണൻ ഇസ് എ ഹൈലി ആള് സമൂഹത്തിനോട് ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനാണ്. കല്യാണം കഴിച്ചിട്ടില്ല. KR നാരായണൻ രാഷ്ട്രപതി മാരീഡ് ആണ് അല്ലെ? വാജ്പേയി മാരീഡ് അല്ല. പറയുന്ന ആള് അത്ര സ്വന്തം ഫാമിലി നോക്കിയിട്ടില്ല. പിന്നെ പക്ഷെ ഇതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം ഇവര് നിസ്വാർത്ഥരാണ്, ഇവർക്ക് സ്വാർത്ഥതയില്ല. ഈ അവിടെ സെൽഫിഷ് ആവാതെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ പറയുന്ന നിസ്വാർത്ഥത്തിലേക്കും പോകണം. അതെ ഈ സ്വാർത്ഥതയാണ് ആർട്ടിനും എല്ലാത്തിനും നശിപ്പിക്കുന്നത്. സ്വാർത്ഥതയാണ്. സോ ഫാമിലി അത് നിസ്വാർത്ഥമായിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് കോൺസെപ്റ്റാണ്. പക്ഷെ അത് നമ്മുടെ സ്നേഹം എല്ലാം ഒരു ഇതിലേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്യാം. പക്ഷെ അത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഉണ്ട്. ചാരിറ്റി ബിഗിനർ ഹോം പോലെ ഇല്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാതെ ഈ പറയുന്ന നിസ്വാർത്ഥത ഫാമിലിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മൈത്രേനൊക്കെ അങ്ങനെയാണെങ്കിൽ ഫീൽ ചെയ്യുന്നു. സീരിയസ്ലി അവർ ഭയങ്കര ഓർഗാനിക്കായിട്ട് തല്ലുകൂടും. വളരെ എന്താ പറയുക, സ്വത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് തോന്നുന്നു, അറിയില്ല കേട്ടോ. സംഭവം നമ്മൾ കണ്ടോടത്തോളം, വിഷ്വൽ കണ്ടോടത്തോളം അവർക്ക് അങ്ങനെ സ്വാർത്ഥതയില്ല. മോള് സമ്പാദിച്ചു കൊണ്ടുതരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻസ് സോഴ്സ് എന്താണ് ജീവിച്ചു പോകാൻ സിമ്പിൾ ലൈഫ് ആവുന്നല്ല. സിമ്പിൾ ആൾ പറഞ്ഞല്ലോ, ആളുടെ ബാഗിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആളുടെ സ്വത്ത് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല ആളുടെ പറഞ്ഞിട്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ സിവിക് ചന്ദൻ എന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഇഷ്യൂ ഉണ്ടായിരുന്നു സ്ത്രീ വിഷയത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ, ആ ഒരു പഴയ കാലഘട്ടത്തിൽ ക്രിയേറ്റ് ആയി വന്നിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി അത് നിസ്വാർത്ഥതയുടെയും വളരെ സോഷ്യലായിട്ടും സമൂഹത്തിനോട് വളരെ കമ്മിറ്റഡ് ആയിട്ടും ഉണ്ടായി വന്ന ഗ്രൂപ്പ്. അതിൽ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ വ്യക്തിയുടെ മൂല്യത്തകർച്ച മൂലമാണ് ഇവർ ടോട്ടലി സ്പ്ലിറ്റ് ആയത്. ആ മൂല്യത്തകർച്ച ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമായിരുന്നു. ആ ടാർഗറ്റ് ചെയ്യും. സോ ഇവിടെ ഞാനോ നിങ്ങളോ സ്വതന്ത്രരാവാനായിട്ട് സാധിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു സാധനം ഗവൺമെൻറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ നശിപ്പിച്ചത് അതാണ്. ഞാൻ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ മൈത്രേനൊക്കെ ഭയങ്കര ജെന്യൂനായിരുന്നു. ജെന്യൂനാണ്, എപ്പോഴും ജെന്യൂനാണ്. സമൂഹത്തിലേക്ക് ജെന്യൂനാണ് അവർ. ചാവാൻ നടക്കുന്ന തയ്യാറാണ് സത്യത്തിൽ.
ഇപ്പോൾ കനിച്ചേച്ചി ആണെന്നുണ്ടെങ്കിലും കനിച്ചേച്ചി എന്ന് ഞാൻ പറയുന്നത് ഞാൻ അവരെ അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് അവരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ സോഷ്യലി കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ബിരിയാണി അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അത് ആർക്കാ പറയാൻ പറ്റുക, ആർക്കാ സംസാരിക്കാൻ പറ്റുക അങ്ങനെ? ശരിയാ. അത് സ്വത്തത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സന്തോഷ് വർക്കി ഇപ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു, ഞാൻ വരുന്നു, ഞാൻ അഭിനയിക്കുന്നു. കനി പറഞ്ഞിട്ട് പഴയ മോഹൻലാലിനെ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമാണ്, ഇപ്പോഴത്തെ പറ്റില്ല. അത് ആർട്ടിനെ തിരിച്ചറിയുന്ന ആൾക്കാർക്ക് ഇപ്പോഴത്തെ മോഹൻലാലിനെ ഇഷ്ടാവില്ല. കാരണം ഒടിയന് വേണ്ടിയിട്ട് ആ രീതിയിൽ മോൾഡ് ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ആളെ നശിപ്പിച്ചു. ആളുടെ മുഖത്ത് ആളുടെ മൈൻഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സാധനം ഫേസിലേക്ക് വരുന്ന ഒരു പ്രോസസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം മൈൻഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒന്നും സാധനം ഫേസിൽ സംഭവിക്കുന്നില്ല. അതെ, ഫേസിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. അപ്പോൾ ഫേസിൽ എന്തെങ്കിലും സംഭവിപ്പിക്കണം, ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ആളുടെ ആർട്ട്. എനിക്കിപ്പോൾ തുടരത്തിലാണെങ്കിൽ പോലും ക്ലോസ് ഷോട്ടുകൾ വെച്ചത് വളരെ കുറവാ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയല്ലേ? ക്ലോസ് ഷോട്ടുകൾ വളരെ കുറവാ, എല്ലാം ഒരു ലോങ്ങിൽ ഇനി ശരിയാവായിരിക്കും, ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ശരിയായിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. സീരിയസ്ലി നല്ല വർക്കുകൾ വരും എന്തായാലും. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതായത് ഒരു 70-75 വയസ്സൊക്കെ ആകുമ്പോൾ അവരവരുടെ പീക്കായിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും സംഭവിക്കും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ഓക്കെ, ഒരു ജീനിയസ് അല്ലെങ്കിൽ ഒരു റോ ജീനിയസ് എന്ന് പറയുന്നത് വാൻ ഗോഗ് ആണ്. തീർച്ചയായിട്ടും അത് കച്ചവട മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. ആർട്ടിന് ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരൊരു മാനേജറിനെ വെക്കുക, നിങ്ങൾ നിങ്ങളുടെ ആർട്ടായിട്ട് മുന്നോട്ട് പോവുക. ആ മാനേജറിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അതെ, ആ മാനേജറിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന കഴിവും കൂടി. അതെ, അവന്റെ ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം, അതിനെ നമ്മൾ തന്നെയായിരിക്കണം മാനേജ് ചെയ്യേണ്ടത്. അല്ലാത്തടത്തോളം ഒരു കാര്യമില്ല എന്ന് ഓർമ്മിച്ചു പറയുകയാണെങ്കിൽ ഒരു ബ്രില്യന്റ് കച്ചവടക്കാരൻ ആർട്ടിസ്റ്റാണ്. കുറച്ച് പ്രാക്ടിക്കലാണ്. ഇപ്പൊ ഈ ക്യൂബിസോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് അനാട്ടമിയിൽ ഇൻവോൾവ് ചെയ്തത് കാര്യങ്ങൾ അത് കൂടുതലായിട്ട് ഇന്റലക്ച്വൽ ആക്കാനായിട്ട് തോന്നിക്കാനും അതേപോലെ തന്നെ ആർട്ടിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വേറെ രീതിയിലും ഫീൽ ചെയ്യുന്നുണ്ട്. റിയൽ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ഇവർ രണ്ടും എടുക്കുമ്പോൾ വാൻ ഗോഗ് ആണ്. വാൻ ഗോഗ് ആണ്. സ്വത്തത്തിൽ നിന്നും മനനം ചെയ്തും പ്രോസസ് ചെയ്ത ലൈഫുള്ള കാലത്ത് അതിജീവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് വാൻ ഗോഗ് ആണ്. ഇന്നും ആൾക്കാർക്ക് ചിലപ്പോ ഈ പെയിന്റിങ്സിനെ അറിയാത്ത ആൾക്കാർക്ക് പോലും വാൻ ഗോഗിന്റെ ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും, പിക്കാസോനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ഓക്കെ, ബൈ.